ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക തുള്ളിച്ചാടി റൂമിലേക്ക് വരും കേട്ടോ. പിന്നാലെ മരുമകളെ സമാധാനിപ്പിക്കാനായിട്ട് ഇതേ ജാനകി വരുന്നു. ജാനകിയെ കണ്ടപ്പോഴത്തേക്കും ഭാവമൊക്കെ മാറി ഇങ്ങനെ ഭയങ്കര വിഷമം അഭിനയിച്ച് ഇങ്ങനെ നിൽക്കുവാണ്, ഭയങ്കര സങ്കടത്തോടു കൂടി. ആ സമയത്ത് മോളെ എന്ന് വിളിച്ച് ജാനകി ഓടി കയറി വന്നു. മോളാണെങ്കിൽ ഭയങ്കര കരച്ചില്ല, അമ്മയെന്നും പറഞ്ഞ് അമ്മയുടെ ചങ്കത്തേക്ക് കിടന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ കരയാതെ മോളെ, ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ അവൾ ഈ പടി കിടന്ന് വരില്ലെന്നും മോൾക്ക് പകരക്കാരി ആവില്ല അവളെന്നും ജാനകി അനാമികയോട് പറയുക. ഇതൊക്കെ കേട്ട് എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അമ്മ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുന്നു. എങ്കിലും അവൻ്റെ മനസ്സ് അവൾക്ക് പകുത്ത് കൊടുത്തില്ലേ അമ്മയെന്ന് അനാമിക ചോദിക്കുവാണ്. ഇനി അവൻ എന്നോട് നീതി പുലർത്താൻ പറ്റുമോ അമ്മയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനാമിക ഭയങ്കര ഡയലോഗ്. മറ്റൊരു പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ടാണ് അവൻ എൻ്റെ അരികിലേക്ക് വരുന്നത്, പിന്നെ ഞാൻ എന്ത് ചെയ്യണോ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പം അവൾ SI ആയപ്പോൾ ഞാൻ കരുതി ഇനി ഒരു ശല്യവും ഉണ്ടാവില്ല എന്ന്. ഇപ്പം ശല്യം കൂടിയിട്ടല്ലേ അമ്മയുള്ളൂ. അത് പരിധി വിട്ട് പോവുക പോലും ചെയ്തു എന്ന് പറയുമ്പോൾ മോളെ, ഇങ്ങനൊരു സ്വഭാവം ഇല്ലാത്ത പയ്യനായിരുന്നു അവൻ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും ഒരു പെണ്ണിൻ്റെയും പിന്നാലെ അവൻ പോയിട്ടില്ല. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ഒരു പെൺകുട്ടികളുടെയും മുഖത്ത് നോക്കാത്ത ഒരാണായിരുന്നു ആദർശേട്ടൻ. എന്നിട്ടോ അയാൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു. അതുപോലെ തന്നെയല്ലേ ഈ പനിയും. ഒരുത്തിയെ സ്നേഹിക്കുക മാത്രമല്ലല്ലോ, അതിൽ അയാൾക്കൊരു കുഞ്ഞും ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് കുടുംബം നന്നായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലമ്മേ. കുട്ടികളെ അമിതമായി നിയന്ത്രിച്ച് വളർത്തിയാലും അവർ വഴിതെറ്റി പോകുമെന്നും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവരത് ആഘോഷിക്കുമെന്നും അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അനാമിക തട്ടി വിടുമ്പോൾ എന്തായാലും മോൾ എനിക്ക് വേണ്ടി എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഈ ഒരു സാഹചര്യമൊക്കെ മാറും മോളെ, അമ്മയല്ലേ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. അനാമിക അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ജാനകി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നേന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിൽക്കുവാണ് ഭയങ്കര സന്തോഷത്തോടെ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദു ആട്ടോ. നന്ദു തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ മോളെ എന്തായെന്ന് ചോദിക്കുമ്പോൾ അനിയെ കണ്ടു കിട്ടി. അത് ആദർശേട്ടനെയും നയനേച്ചിയും വിളിച്ചു വരുത്തി പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അനി എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. ഞാനിന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിസരം മറന്ന് അവനോട് സംസാരിച്ചതും പെരുമാറിയതൊക്കെ അവന് സഹിക്കാൻ പറ്റിയിട്ടില്ല എന്ന് നന്ദു ഇങ്ങനെ അച്ഛനോടും അമ്മയോടും പറയും അവർ ചോദിച്ചപ്പോൾ. അമ്മേ, ഇനി അവനെ പിണക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അമ്മയും അച്ഛനും എന്തു പറഞ്ഞാലും ശരി, അവൻ വിളിക്കുമ്പോൾ ഇനി എനിക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കാനേ പറ്റത്തില്ല എന്നും നന്ദു അങ്ങ് പറഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ മോള് കാണുന്നത് കൊണ്ടും വിളിക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അനിയോട് മോള് സംസാരിക്കുമ്പോഴൊക്കെ അനിക്ക് ഒരിക്കലും മോള് പ്രതീക്ഷ കൊടുത്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ മോളെ നോക്ക്, അവനെ ഉപദേശിച്ച് നേരെയാക്കുക കേട്ടോ വേണ്ടത്. ഇപ്പോൾ അങ്ങനെ ഉപദേശങ്ങളൊന്നും കേൾക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല അമ്മേ അനിയുള്ളത്. അവൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അവനിതൊക്കെ ചെയ്യുന്നതെന്ന് നന്ദു ഇങ്ങനെ ഇവരോട് പറയുമ്പോൾ അതൊരിക്കലും നടക്കുന്നതല്ലല്ലോ മോളെ എന്ന് പറഞ്ഞു അച്ഛൻ. പിന്നെ എന്തിനാ അവനെ ഇങ്ങനെ പ്രതീക്ഷ കൊടുക്കുന്നത് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല അച്ഛാ. ഇനി നമ്മൾ മാത്രമല്ല, നമ്മളെക്കാൾ കൂടുതൽ ആദർശേട്ടനും ആദർശേട്ടൻ്റെ മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെയാണ് കൂടുതൽ വിഷമിച്ചത്. അനിയെ കണ്ടപ്പോൾ അവരുടെ ആശ്വാസം ഒന്ന് കാണണമായിരുന്നു എന്നും നന്ദു പറയുമോ. ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ദൂര സ്ഥലത്തോട്ട് ജോലിക്ക് പോയാൽ മതിയായിരുന്നു എന്ന്. ദൂരസ്ഥലത്തായാലും അനി പിന്നാലെ വരില്ലേ മോളെ എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു. മോളുടെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് അനി വന്നത് മോൾ മറന്നുപോയെന്ന് ചോദിക്കുമ്പോൾ അതും ശരിയാ. പിന്നെ എന്തായാലും ഇനി അവനെ പിണക്കാൻ ഞാനില്ല എന്ന് നന്ദു ഇവരോട് പറഞ്ഞു. അതും പറഞ്ഞ് നന്ദു അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം അങ്ങനെ നമ്മുടെ കനകത്തിന് അപ്പോഴും ഒരു ടെൻഷനാണ്. അപ്പോൾ ഗോവിന്ദേട്ടൻ പറഞ്ഞു, നമ്മുടെ മോളുടെ ഭാഗത്ത് തെറ്റില്ല. അവളെ അവഗണിച്ചിട്ട് ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ നഷ്ടം ഒരിക്കലും പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റത്തുമില്ല എന്ന് ഗോവിന്ദേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഇനി വരുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ വരട്ടെ എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ തലയാട്ടി അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശം നവ്യയും കൂടെ കണ്ട് സംസാരിക്കുക നയനയും. ഇപ്പം എന്തായി, നീ ഏതു നേരവും നന്ദുവിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു എന്ന് നയനോട് നവ്യ ചോദിക്കാം. അനിയായിട്ട് അവൾക്ക് ഒരു ബന്ധം ഇല്ലെങ്കിൽ ഇതുപോലൊരു സീൻ നമുക്ക് കാണേണ്ടി വരുമോ എന്ന് നവ്യ നയനോട് ചോദിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു നയന. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഇനിയും നിനക്ക് മനസ്സിലായില്ല. ആദർശനെ അനുകരിക്കുന്ന അനി ഇതിനപ്പുറവും ചെയ്യുമെന്നും പറഞ്ഞു അതിനും ആദർശേട്ടനെ തലയെ കൊണ്ടിടുവാണ് നവ്യ. പിന്നെ ഇതിനകത്തൊക്കെ നമ്മുടെ അനിയത്തി വന്ന് പെട്ടുപോയതില്ല എനിക്ക് വിഷമമുള്ളൂ എന്നും പറയും. അനിയുടെയും നന്ദുവിൻ്റെയും കാര്യം പറയുമ്പോൾ എന്തിനാ അതിലേക്ക് ആദർശേട്ടനെ ചേച്ചി വലിച്ചഴിക്കുന്നത്? ഞാൻ വലിച്ചഴിച്ചതൊന്നുമല്ല, ഇവിടെ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആദർശേട്ടൻ്റെ തനി പകർപ്പാണ് അനിയെന്ന്. അവൻ അങ്ങനെ ആയതുകൊണ്ടേ ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ച പെൺകുട്ടിയെ അവൻ ഇപ്പോഴും സ്നേഹിക്കുന്നതെന്ന് ആദർശ് അന്നേരം നവ്യയോട് പറഞ്ഞു. കല്യാണത്തിൻ്റെ തലേദിവസം സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അനാമികയുമായിട്ടുള്ള വിവാഹം നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞതാണെന്ന് ആദർശ് പറയുക.
അന്ന് നീയും ഇവളെയൊക്കെ അതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അനിയെ എനിക്ക് കൂടുതൽ എതിർക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ നവിക്കൊന്നും മിണ്ടാനില്ല. നമ്മളെല്ലാവരും അനിയെയും നന്ദുവിനെയും പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നല്ലൊരു ഹൃദയമുള്ളത് കൊണ്ട് അവർ തമ്മിൽ ഇങ്ങനെ അടുക്കുന്നതെന്നും ആദർശ് ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു. അതത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ അനുകരിക്കുന്നത് കൊണ്ട് അവരുടെ സ്വഭാവം മോശമായി പോയി നീ പറയാൻ ശ്രമിക്കേണ്ടെന്ന് ആദർശ് നേരം നവ്യയോട് പറഞ്ഞു. എൻ്റെ സ്വഭാവം എന്താണെന്ന് എൻ്റെ ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാമെന്നും അതുകൊണ്ട് തന്നെയാണ് ഇവൾ എൻ്റെ ഒപ്പം നിൽക്കുന്നതെന്നും ആദർശ് പറയൂ കേട്ടോ. അന്നേരം നവ്യ ഇങ്ങനെ നിൽക്കുന്നു. അഭി അങ്ങോട്ടേക്ക് വരുന്നു. അഭി ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇപ്പം ചേച്ചിയുടെ കണ്ണിൽ ആദർശധീരൻ ഇവനാണല്ലോ അല്ലേ? അനിയനെയും ചേട്ടനേക്കാളും വെച്ച അഭിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടെന്ന് നവ്യ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവനെ അതിനെ ഞാൻ തിരുത്താനൊന്നും ശ്രമിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇവനറിയാം ആരാണ് മികച്ചതെന്നുള്ളതെന്ന് ആദർശ് ഇങ്ങനെ പറയുമ്പം അഭി ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ നവ്യെ നോക്കുക. നീങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നയനെയും കൂട്ടിക്കൊണ്ട് അന്നേരം അവിടെ നിന്ന് അങ്ങ് പോയി. ദേ അയാളെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ചോദിച്ചു നവ്യ. എനിക്കറിയില്ല. അല്ല എനിക്കറിയാതെ എന്താണെന്ന് അയാളുടെ സ്വഭാവത്തെപ്പറ്റി ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിന്നെ കൊച്ചാക്കിയിട്ട് അയാൾ മാന്യനാക്കാൻ നോക്കിയതാണെന്നൊക്കെ പറയുമ്പം നീ എന്തിനാ നവ്യ ഇത്തരം കാര്യങ്ങളൊക്കെ വെറുതെ കയറി സംസാരിക്കാൻ നിൽക്കുന്നത്? അനാമികയെ എനിക്കറിയാം. അവളും അവളുടെ വീട്ടുകാരും ശരിയല്ല. ദേ പക്ഷേ ഇപ്പോഴത്തെ അനിയുടെ പ്രവൃത്തി ഒരു പെണ്ണും സഹിക്കുന്നതല്ല എന്നും നവ്യ അഭിയോട് പറയുക. അതുപോലെ തന്നെ നന്ദു ചെയ്തതും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നും ചേച്ചി പറയണം. അവളൊരു SI ആയപ്പോൾ കുറച്ചുകൂടി പക്വത കാണിക്കുമെന്നാണ് ഞാൻ കരുതിയതെന്നും പക്ഷേ ഇതിപ്പോൾ പരസ്യമായിട്ടല്ലേ അവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നതെന്നൊക്കെ നവ്യ അഭിയോട് ചോദിക്കുക. അമ്മയ്ക്കും അച്ഛനും ആ ഫോട്ടോ അയച്ചു കൊടുക്കേണ്ടതാ. പിന്നെ അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്നും നവ്യ ഇങ്ങനെ പറയണം. വെറുതെ എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അഭി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എന്തായാലും അവരതറിയും. നിൻ്റെ അമ്മയും അനിയുടെ അമ്മയും ഒക്കെ എന്തായാലും അത് എത്തിച്ചു കൊടുക്കുമെന്ന് ഉറപ്പാണെന്ന് പറയുമ്പം അതേ നീ നയനയുമായിട്ട് വഴക്ക് കൂടുമ്പം അവരെന്തെങ്കിലുമൊക്കെ ജയിക്കാനായിട്ട് പറയും. ദേ അതൊക്കെ കേട്ടിട്ട് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് അഭി ഇങ്ങനെ നവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഇപ്പം അവരെക്കാളും മിസ്റ്റർ ക്ലീനാണ് ഞാനെന്ന് അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ താഴ്ത്തിക്കെട്ടാൻ അവർ കൂടുതൽ കള്ളക്കഥകൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുന്നു. ഇനിയിപ്പോൾ എന്ത് കള്ളക്കഥ ഉണ്ടാക്കി കഴിഞ്ഞാലും വ്യക്തമായ തെളിവില്ലാതെ ഞാൻ ഒന്നും വിശ്വസിക്കില്ല എന്നും അതുകൊണ്ട് അത്തരം പേടിയൊന്നും നിനക്ക് വേണ്ട എന്നും നവ്യ ഇങ്ങനെ പറയുമ്പോൾ തൽക്കാലം അവനൊന്ന് ശ്വാസം വിട്ടു. അവർക്ക് എനിക്കെതിരെ പിടിക്കാൻ പറ്റിയ ശക്തമായ തെളിവാണ് അനഘ. അവളെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അഭി മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക. DNA കാര്യമൊക്കെ ആശ മറന്നുപോയി കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിൻ്റെ റൂമിലേക്ക് വന്നു. എല്ലാം എടുത്തൊക്കെ വയ്ക്കുക. അപ്പോഴത്തേക്കും ദേ ജാനകി അങ്ങോട്ടേക്ക് വന്നു. എടാ നീ ഇനി ഇവിടെ കിടക്കണ്ട, നിൻ്റെ മുറി കിടന്നാൽ മതിയെന്നും പറഞ്ഞു. അപ്പോൾ ഞാനെന്തിനാ അവിടെ കിടക്കുന്നത്? എനിക്ക് വയ്യ അവളോട് വഴക്കിടാനെന്ന് അനി പറയുമ്പം അതാ നിൻ്റെ ബെഡ്റൂം, അവിടേക്കാണ് അനാമികയെ നീ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പം അതിനിപ്പോൾ എന്താ കുഴപ്പം? അവൾ അവിടെയല്ലേ കിടക്കുന്നത്, ഞാനല്ലേ മുറി മാറിയതെന്ന് ചോദിച്ചു അനി. അങ്ങനെ മുറി മാറണ്ടെന്നാ പറഞ്ഞത്, മനസ്സിലായോ? ഇവിടെ കല്യാണം കഴിഞ്ഞ ആണും പെണ്ണും ഒന്നിച്ചൊരു മുറിയിലാണ് കഴിയുന്നത്, നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോലും. എന്നിട്ട് പിന്നെ നിനക്കെന്തിനാ എത്ര അഹങ്കാരം എന്ന് ചോദിക്കുമ്പം എനിക്ക് അഹങ്കാരമൊന്നും ഇല്ലമ്മേ, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് ഒരുത്തിക്കൊപ്പം ആ മുറിയിൽ എനിക്ക് കഴിയാൻ പറ്റില്ലെന്നാണ് പറഞ്ഞതെന്ന് അനി പറയുമ്പം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതാ നയനക്കാടാ. നീ നന്ദു തമ്മിലുള്ള വഴിവിട്ട ബന്ധം കണ്ടു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്കും അത് സഹിക്കാൻ പറ്റത്തില്ലടാ. അനാമികമോളായതുകൊണ്ടാ ഇപ്പോഴും ഇവിടെ കടിച്ചു തൂങ്ങുന്നത്. മറ്റുള്ളവരും ആയിരുന്നെങ്കിൽ എപ്പോഴേ വീട് വിട്ട് പോയേനേന്നൊക്കെ ചോദിച്ചു ജാനകി. അപ്പോൾ അവളോട് പോകാനെന്ന് പറഞ്ഞു അനി. അപ്പോൾ ഇല്ലടാ ഞാൻ പറയത്തില്ല, അങ്ങനെ എൻ്റെ മരുമകളെ തള്ളിക്കളയാൻ ഞാൻ തയ്യാറല്ലടാ എന്നും പറഞ്ഞ ഈ അമ്മ മോനോട് നീ ഇവിടെ കിടക്കണ്ട അങ്ങോട്ട് പോകാൻ പറഞ്ഞു. പോകാനാ നിന്നോട് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അനി ഉന്തി തള്ളുമ്പം അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ല, ഒരുത്തിയോടുള്ള പ്രേമം അസ്ഥിക്ക് പിടിച്ചിട്ട് നീ ആ സകല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്നും പോടാ പോന്ന് പറഞ്ഞ് അമ്മ നിർബന്ധിക്കുക. അമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ മകൻ വിളിച്ചെങ്കിൽ പോലും അമ്മ ഉന്തി തള്ളി അനിയെ റൂമിലേക്ക് കൊണ്ടാക്കി. അനിയ റൂമിൽ ചെന്ന് നിൽക്കുമ്പം മര്യാദയ്ക്ക് ഇനി മുതൽ ഈ റൂമിൽ കിടന്നോണം, അനാമികകളുടെയും നിൻ്റെയും മുറിയാ ഇത്, ഇവിടെയാണ് ഇനി നീ കഴിയേണ്ടത്, ഒറ്റയ്ക്ക് താമസമൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ ജാനകി പറയുമ്പം ഇവൻ ഒറ്റയ്ക്ക് താമസിച്ചോട്ടെ, അങ്ങനെ താമസിച്ചാൽ ഇവനെ സ്വസ്ഥമായിട്ട് അവളെ വിളിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ അനാമിക പറഞ്ഞപ്പോൾ മോളെ അങ്ങനെ മോള് പറഞ്ഞ് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും അകന്നു പോകുമെന്ന് ജാനകി അനാമികയോട് പറയാം. അനി ഇത് കേട്ടോ അന്തം വിട്ടിങ്ങനെ നിൽക്കും കേട്ടോ. ഇവനെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നായി ജാനകിയുടെ വക ഡയലോഗ്. പറഞ്ഞത് നിനക്ക് മനസ്സിലായോടാ? മര്യാദക്ക് അടങ്ങി ഒതി മോൾക്കൊപ്പം കഴിഞ്ഞോളണമെന്ന്.
അതും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ജാനകി അങ്ങ് പോയി കഴിഞ്ഞപ്പം നിന്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ നീ അമ്മയുടെ മുന്നിൽ മാന്യത കാണിച്ചിട്ട് ഇത്രയും സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ പരസ്യമായിട്ട് കാമുകിക്കപ്പോൾ ഓരോരോ വൃത്തികേടുകൾ കാണിച്ചിട്ട് നീ എന്നോട് വന്ന് ചോദിക്കുന്നോടാന്ന് അനാമിക അനിയോട് ചോദിച്ചു. നീ ഈ മുറിയിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അനാമിക പറഞ്ഞിട്ട് നിന്നെ കാണുന്നത് എനിക്ക് അറപ്പ, ഇറങ്ങി പോടാ എൻ്റെ മുറിയിൽ നിന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവങ്ങൾ കിടന്ന് തുള്ളുമ്പം അതെ എനിക്ക് ഈ മുറിയിലേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ അമ്മ പറഞ്ഞു കേട്ടില്ലെന്ന് ചോദിച്ചു. അമ്മ എന്ത് പറഞ്ഞാലും ശരി നിന്നെ എനിക്കിനി കോണുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകൾ. മറ്റേത് പെൺകുട്ടികളോട് നിനക്ക് അടുപ്പമുണ്ടായാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ നീ മനഃപൂർവ്വം അവളുമായിട്ട് അടുത്തോണ്ടിരിക്കുകയല്ലേ എന്ന് അനാമിക അനിയോട് ചോദിച്ചു. അങ്ങനെ ഒരുത്തൻ എനിക്കൊപ്പം റൂമിൽ കഴിയണ്ട, ഇറങ്ങിപ്പോടാ, മര്യാദയ്ക്ക് ഇറങ്ങി പോകാനെന്നും പറഞ്ഞ് ഇറക്കി വിടാൻ നോക്കുമ്പം നീ ഒരു പയ്യനൊപ്പം ചുറ്റിക്കറങ്ങിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. നീ അങ്ങനെ പറയില്ല, കാരണം ഞാൻ അവനൊപ്പം പോയിട്ട് വേണം നിനക്ക് നീ ആഗ്രഹിക്കുന്നവൾക്കൊപ്പം പോകാനല്ലേ. അവൾ എൻ്റെ അച്ഛനെയും അമ്മയെയും തല്ലിയവളാ, വീട്ടിൽ കയറി തല്ലിയവളാ. ആ ദേഷ്യം ഞാൻ എൻ്റെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയായിരുന്നടാ. അതിനെനിക്ക് എങ്ങനെയെങ്കിലും പകരം വീട്ടിയെ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോടാന്നും പറഞ്ഞുകൊണ്ട് അനിയെ ബെൽറ്റിനെടുത്ത് തല്ലുവാണ് ഈ അനാമിക. അനിയെ ബെൽറ്റിന് തല്ലി ചതിക്കുന്നത് കണ്ടുകൊണ്ട് നയനയും ആദർശം കയറി വരും. എന്താ ഇത് എന്നും ചോദിച്ച. അപ്പോൾ ഇവനോട് ഇറങ്ങി പോകാൻ പറ, അല്ലെങ്കിൽ പരസ്യമായിട്ട് നിന്റെ അനിയത്തിയായിട്ട് ബന്ധം കൂടി ഇവനോട് പറ, നിന്റെ വീട്ടിൽ പോയി താമസിക്കാനെന്ന് പറഞ്ഞ അനാമിക തുള്ളുമ്പം നീ മര്യാദക്ക് സംസാരിക്കാൻ പറഞ്ഞു. എനിക്ക് ഇത്രയും മര്യാദയുള്ളൂ, ഇപ്പം ഇവനെ ഈ മുറിയിൽ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലുവെന്ന് അനാമിക ഉറഞ്ഞു തുള്ളി പറയുമ്പോഴത്തേക്കും ദേവയാനി ഓടി വരിക. തല്ലടി, എല്ലാവരും തല്ലടി എന്നും പറഞ്ഞുകൊണ്ട് നിന്റെ ദേഹത്ത് എന്താടി ബാധ കൂടിയിട്ടുണ്ടോടി എന്ന് ചോദിക്കുമ്പോൾ ബാധയൊന്നും അല്ലമ്മേ, ഇവൾക്ക് അഹങ്കാരമാണെന്ന് ആദർശ് പറഞ്ഞു. അതേടാ അഹങ്കാരമാണ്, പക്ഷെ തൻ്റെ അത്രയും ചീപ്പല്ല ഞാൻ. കല്യാണത്തിന് മുൻപ് ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് അവളെ തളർത്തി കിടത്തിയവനല്ലേ താനെന്നും ചോദിച്ചുകൊണ്ട് ഈ അനാമിക കിടന്ന് വലിയ ആൾ കളിക്കുമ്പോൾ മര്യാദക്ക് സംസാരിക്കാൻ പറഞ്ഞു ആദർശ്. അനാവശ്യം പറഞ്ഞൊരു കരണത്തടിക്കും ഞാനെന്ന് പറയുന്നു. അതിനാ എൻ്റെ കരണത്തടിച്ചാൽ ഈ ബെൽറ്റ് കൊണ്ട് ഇവനെ തല്ലിയതിൻ്റെ ബാക്കി നിങ്ങളെ ഞാൻ തല്ലുമെന്ന് അനാമിക പറയുവാണ്. ഇതൊക്കെ കേട്ട് ദേവയാനി അന്തം വിട്ട് നിൽക്കുക. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല, ഞാൻ ഒന്നും നോക്കില്ലെന്നും പറഞ്ഞ് നിൽക്കുമ്പം നയനെ വേണ്ട, സമനില തെറ്റിയവളുമാരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു ആദർശ്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് കൂടുമെന്നും പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക കിടന്ന് ഉറഞ്ഞു തുള്ളുക. തൻ്റെ മുത്തശ്ശൻ വന്നാലും ഞാൻ ചിലപ്പോൾ പരിസരം മറന്ന് സംസാരിച്ചെന്നിരിക്കുമെന്നൊക്കെയാണ് അനാമിക ഇവരോട് പറയുന്നത്. അതുകൊണ്ട് ഇവനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനി അവളെ ചവിട്ടി കൂട്ടാൻ ചെല്ലും. അപ്പോഴത്തേക്ക് ആദർശ് തടഞ്ഞു. അവനിങ്ങോട്ട് വിട്, അവനിങ്ങ് വരട്ടെ, എന്നെ തല്ലി കൊല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ടായി അനാമിക. അപ്പോഴത്തേക്ക് എടി നിന്നെയെന്നും പറഞ്ഞുകൊണ്ട് അനി കിടന്ന് ഒച്ച വയ്ക്കുമ്പോഴത്തേക്കും ആദർശ് പിടിച്ച് വലിച്ച് അനിയും കൊണ്ട് അങ്ങ് പോയി. അപ്പോൾ ദേവയാനി സർപ്പത്തിനാണല്ലോ ഞങ്ങൾ പാല് കൊടുത്തതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോൾ ഞാനല്ല, ഈ നിൽക്കുന്നവളാ സർപ്പം, നിങ്ങളുടെ പുന്നാര മരുമകളെന്നും പറഞ്ഞുകൊണ്ട് നയനെ പറഞ്ഞ് ഈ അനാമിക രക്ഷപ്പെടാൻ നോക്കുക. തക്കം പാർത്തിരുന്നിട്ട് ഇവള് കൊത്തിക്കൊല്ലം മിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നു. കണ്ടല്ലോ അമ്പലത്തിൽ നടന്ന സീനൊക്കെ, ഇവളുടെയും ഇവളുടെ വീട്ടുകാരുടെയും പാരമ്പര്യം കണ്ടല്ലോ എന്നും പറഞ്ഞിങ്ങനെ തുള്ളുമ്പോൾ നിന്റെ പാരമ്പര്യമൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു നയന. പറയടി, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളാൻ അനാമിക പറയുക. നീയൊക്കെ ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ ഈ നിൽക്കുന്ന നിന്റെ അമ്മായിയമ്മ ഒരു തെരുവ് നായയുടെ വില പോലും നിനക്ക് തന്നിട്ടില്ലായിരുന്നല്ലോടി എന്നും പറഞ്ഞ് കിട്ടിയൊരിത് പറയാം. അപ്പോൾ ദേവയാനി ശരിയാടി, അതെനിക്ക് പറ്റി തെറ്റാണടി എന്ന് നീ അനാമികയോടും പറയുക. അന്ന് എൻ്റെ മരുമകളെ മാറ്റി നിർത്തിയിട്ട് നിന്നെയാണ് ഞാൻ സ്നേഹിച്ചതെന്നും പക്ഷേ ഈ വീടിനകത്തേക്ക് അലിഞ്ഞു തിരിഞ്ഞ് കയറി വന്ന തെരുവുനായി എൻ്റെ മരുമകളല്ല, അത് നീ തന്നെ ആടിയെന്ന് ദേവയാനി ഇവക്കടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ നീ തെരുവുനായ്ക്ക് ഇപ്പോൾ പേ പിടിച്ചിരിക്കുകയാണെന്നും നാണം കെട്ടവളെന്നും നന്ദി കെട്ടവളെന്നും ദേവയാനി പറയുമ്പോൾ ഇവളിങ്ങനെ പല്ലുറുമ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാട്ടെ ഈ അനാമിക. അപ്പം നീ ഇങ്ങ് വാ മോളെന്നും പറഞ്ഞ് നയനയും കൂട്ടി ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അനാമിക വാതിൽ കൊട്ടി അങ്ങ് അടച്ചു, ഇവരുടെ മുഖത്തടയ്ക്കുന്നത് പോലെ. അവർ പുറത്തിങ്ങനെ നേരത്തേക്കും ഇത് മനസ്സിലായിട്ട് നിൽക്കുക. ഇവളാണെ ബെൽറ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കലി കയറി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ ആദർശ് നീ ഇങ്ങനെ രാവല്ലേ നയനയെന്ന് പറഞ്ഞ് നയനയെ സമാധാനിപ്പിക്കും. ഇവിടെ അനിയുടെയും നന്ദുവിൻ്റെയും ഭാഗത്ത് തെറ്റുണ്ടല്ലോ ആദർശേട്ടാ എന്ന് പറയും കേട്ടോ നയന. പിന്നെ അവരൊരിക്കലും ഇത്രയും അടുത്ത് ഇടപഴകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദു നമുക്കെല്ലാവർക്കും വാക്ക് തന്നതാണ് ഇനി അനിയോട് ഒരു പരിധി വിട്ട് അടുക്കില്ല എന്ന്. എന്നിട്ടും അവളൊരു SI ആയതിനു ശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ആദർശ് നന്ദുവിനെ കുറ്റപ്പെടുത്തി നയനയോട് പറയുന്നു. ഈ വീട്ടിൽ നടക്കാത്ത കാര്യങ്ങളാണ് അവരുടെ ബെഡ്റൂമിൽ നടക്കുന്നതെന്നും അവനെ ബെൽറ്റ് വെച്ച് വരെ അവൾ അടിച്ചത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അങ്ങനെ വയലൻ്റ് ആകുന്ന ഒരു ഭാര്യയ്ക്കൊപ്പം എങ്ങനെ അവനിങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന മനോരോഗി പുറത്തു വന്നത് ഇവരെല്ലാവരും കണ്ട് കണ്ണു തള്ളി നിൽക്കുക. അവൾക്ക് അവനോട് ഒട്ടും സ്നേഹമില്ല. അങ്ങനെ സ്നേഹമില്ലാത്തവരെ ഇങ്ങനെ ഭർത്താക്കന്മാരെ തല്ലുന്നതും വേദനിപ്പിക്കുന്നതും ഒക്കെ
ഹനിയുടെ കാര്യം ഓർത്തിട്ട് സത്യം പറഞ്ഞ് എനിക്ക് സങ്കടം വരികയാണെന്ന് നയന ഇങ്ങനെ പറയുമ്പോൾ ആ സങ്കടം മാറണമെങ്കിൽ അനാമിക അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയേ പറ്റൂന്ന് ആദർശ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നയനയും തീരുമാനിക്കുക ശരിയാണെന്ന്. ഇനിയെ അവർ തമ്മിൽ പൊരുത്തപ്പെട്ട് പോവില്ല നയനെ, നമ്മൾ അതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടും യാതൊരു പ്രയോജനമില്ല എന്ന കാര്യവും പറയുവാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ എന്താ സംഭവിക്കുക എന്ന് നിനക്കറിയാമല്ലോ. അവൻ പരിധി വിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് അവളെ ഉപദ്രവിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അനി ക്രിമിനലാണ്. അത് നീ മറന്നു പോകരുത്. അനിയെ പിന്നെ അറിയപ്പെടുന്നത് കൊലയാളിയെന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ട് നയന വാഗവതായിട്ട് നിൽക്കുക. അവൻ അങ്ങനെ ചെയ്യാനുള്ള യഥാർത്ഥ കാരണമൊന്നും ആരും അന്വേഷിക്കില്ല, എല്ലാവരും അനാമികയുടെ പക്ഷം ചേരുമെന്ന കാര്യവും പറഞ്ഞു. എന്നിട്ട് അവൾ ഇവിടെ ഇട്ട് നമ്മളെല്ലാവരും കഷ്ടപ്പെടുത്തുകയാണെന്ന് ലോകം പറയുമെന്നുള്ള കാര്യമൊക്കെ ആദർശ് പറയണു. അനിയെ ഇന്ന് ബെൽറ്റ് വെച്ച് അടിച്ച് നമ്മളെല്ലാവരും കണ്ടതാ, പക്ഷെ അത് തിരിച്ചായിരിക്കും മീഡിയ ചിത്രീകരിക്കാൻ പോകുന്നതെന്നും അതുകൊണ്ട് ഇതൊക്കെ മുളയിലെ നുള്ളിയെ പറ്റുമെന്നും ആദർശ് നയനയ്ക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. പക്ഷെ മുത്തശ്ശനോട് ഇതൊന്നും പറയാനും പറ്റാത്ത ഒരവസ്ഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമ്മുടെ നയനയ്ക്കും ഒരു ഇഷ്ടവും വെപ്രാളവും ഒക്കെ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ ഫോണിലേക്ക് കോള് വരിക. നന്ദു ആണെങ്കിൽ ഇത് എടുത്തു. അപ്പോൾ അത് അനിയുടെ കോളാണ്, പക്ഷെ നന്ദു എടുത്തില്ല. അങ്ങനെ അവിടെ വെച്ചു. അനി വീണ്ടും റൂമിലൂടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നു. നന്ദു അതിനേക്കാളും ടെൻഷനായിട്ട് റൂമിൽ കൂടെ നടക്കുന്നു. ഈ സമയത്ത് എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ ആദർശേട്ടാ, നാളെ ഒന്ന് വീട്ടിലേക്ക് പോകണമെന്ന് നയന പറയുമ്പം എന്തിനിപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു. നന്ദുവിനെ ശക്തമായി താക്കീത് ചെയ്യണമെന്ന് പറയും. അവൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള പെൺകുട്ടിയാ, പിന്നെ നമ്മുടെ വാക്ക് അവൾ കേട്ടില്ലെങ്കിൽ അതിന് കാരണക്കാരൻ അനിയാണ് നയനയെന്ന് ആദർശ് പറഞ്ഞു കൊടുക്കുക. അവൻ നിരന്തരം അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കല്ലേ, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലും അവളെ ശല്യം ചെയ്യല്ലേ അനി, അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. എന്നാലും മൊബൈലിൽ കണ്ട രംഗങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ആദർശേട്ടാ എന്ന് പറയുമ്പോൾ അനിയെ കാണാതായപ്പോൾ നമ്മൾ എന്തുമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയാവല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ നന്ദുവിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നില്ലേ എന്ന് ആദർശ് ചോദിച്ചു. അപ്പോൾ നന്ദുവിൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങി കാണുമായിരിക്കണം. അവൾ സ്റ്റേഷനിൽ വെച്ച് ദേഷ്യപ്പെട്ടതുകൊണ്ടാണ് അനി ആരോടും പറയാതെ ഒറ്റപ്പെട്ട് എവിടെയോ പോയി കിടക്കുന്നതെന്നും അവൾക്ക് മനസ്സിലായി. അതോടെ നന്ദുവിനും അവനെ കണ്ടെത്താനുള്ള ഒരു ആവേശമായെന്നും അവസാനം കണ്ടെത്തിയപ്പോഴോ എന്തൊക്കെ പറഞ്ഞാലും അവളൊരു പെൺകുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അവളുടെയും നിയന്ത്രണം വിട്ടുപോയി കാണുമായിരിക്കണം. ഇതിനെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആദർശമുള്ള കാര്യം ഉള്ളതുപോലെ നയനയുടെ മുഖത്ത് നോക്കി പറയുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.